കോൺഗ്രസിൻ്റെ വക്താവായ ഷമാ മുഹമ്മദ് ഒരു പ്രസ്താവന ഇറക്കി. ഗണിതശാസ്ത്രം മാനവരാശിക്ക് നൽകിയത് ഇസ്ലാമാണ് എന്ന്. And it's a very scientific religion, as you know that mathematics has come through Islam. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ക്ഷേത്രങ്ങൾ, ഗ്രന്ഥശാലകൾ, ആശ്രമങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഇതൊക്കെ തന്നെയും അത് തച്ചുശാസ്ത്രപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാണ് ഈ തച്ചുശാസ്ത്രം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കണക്ക് ആ കാലഘട്ടങ്ങളിൽ തന്നെ ഭാരതത്തിൽ വളരെ പ്രാബല്യത്തിലുണ്ടായിരുന്നു എന്നിത് തെളിയിക്കുന്നു. ഇത് കൂടാതെ ഏതാണ്ട് BC 3000 തന്നെ മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ് തുടങ്ങിയ സംസ്കാരങ്ങൾ അത് വളർത്തിയതും വികസിച്ചതും നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയും ഗണിതശാസ്ത്രത്തിലൂടെയും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനവും കണക്ക് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ 3-ാം നൂറ്റാണ്ടിൽ യൂക്ലിഡ് എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞൻ ദ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ആധുനിക ജോമെട്രിക്ക് ബീജാഭാഗം നൽകിയത് ഈ ഗ്രന്ഥമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അതേപോലെ 3-ാമത്തെ സെഞ്ചുറിയിൽ ആർക്കമെഡീസ് ഗണിതശാസ്ത്രം എന്ന ഒരു സിദ്ധാന്തം തന്നെ അദ്ദേഹം വികസിപ്പിച്ച് എടുത്തു. അത് ഈ ഭൗതികശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു വലിയ പഠനവും വലിയ സംഭാവനകളുമാണ് ആർക്കമെഡീസിൻ്റെ ഭാഗത്തു നിന്നും മാനവരാശിക്ക് ലഭ്യമായിട്ടുള്ളത്. 476 BC അതായത് ഏതാണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ ഭാരതത്തിലെ ആര്യഭട്ടൻ എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞൻ പൂജ്യം കണ്ടുപിടിച്ചു. പൂജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ്, അതൊരു ഭാരതീയന് മാത്രമേ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഇത് ഉത്ഭവിക്കുകയുള്ളൂ. കാരണം ഈ പൂജ്യത്തിൻ്റെ തത്വം അത് സനാതനധർമ്മത്തിൻ്റെ ഒരടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്താണ് പൂജ്യത്തിൻ്റെ പ്രത്യേകത? പൂജ്യത്തോട് പൂജ്യം ചേർത്താൽ പൂജ്യം, പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തെ എടുത്താൽ എടുക്കപ്പെട്ടതും ഏതിൽ നിന്നാണോ എടുത്തത് അതും പൂജ്യം. അപ്പോൾ ഇതെല്ലാം പൂജ്യം തന്നെയാണ്. ഇത് ഒരു മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്നുള്ളതാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം വരുന്നു. അപ്പോൾ എവിടെ നിന്നാണോ പൂർണ്ണം വന്നത് അതും പൂർണ്ണം, വന്ന പൂർണ്ണവും പൂർണ്ണം, അതേപോലെ എടുക്കപ്പെട്ടതും എടുത്തതും പൂർണ്ണം, അവശേഷിക്കുന്നതും പൂർണ്ണം എന്നുള്ള ഈ മഹത്തായ സിദ്ധാന്തം ഇത് തന്നെയാണ് പൂജ്യത്തിൻ്റെ സിദ്ധാന്തവും. അപ്പോൾ ഈ സിദ്ധാന്തം നമ്മുടെ ഭാരതത്തിൽ ഉടലെടുത്ത ഒരു സിദ്ധാന്തമാണ്. അതേപോലെ ഈ 10 എന്ന ഡെസിമൽ ആ സമ്പ്രദായവും അതും ആര്യഭട്ടൻ്റെ സംഭാവനയാണ്. ഗണിതശാസ്ത്രത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നതിന് ഇത് സഹായിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, അറബികൾ ഇന്ത്യയിൽ വന്നിരുന്നു. അവർ ഈ പൂജ്യത്തിൻ്റെ വില മനസ്സിലാക്കി. അതേപോലെ ഈ ഡെസിമൽ സിസ്റ്റത്തെക്കുറിച്ചും അവർ പഠിച്ചു, മനസ്സിലാക്കി. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലാതെ ഗണിതശാസ്ത്രത്തിന് അറബികളുടെ ഭാഗത്തു നിന്നോ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നോ പ്രത്യേകിച്ച് യാതൊരു സംഭാവനകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഷമാ മുഹമ്മദ് ഒരു മുസ്ലിം സ്ത്രീയാണ്, ഇസ്ലാം വളരെ ആധുനികമാണ്, ശാസ്ത്രീയമാണ് എന്നൊക്കെ അതിൻ്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രസ്താവനയായിപ്പോയി. പക്ഷേ അതൊരു വിഡ്ഢിത്തരമായിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇന്ന് നമ്മുടെ രാജ്യത്ത് അവർ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും ഒരു വസ്തുതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്.
പിന്നെ ഇവർ ഈ തരത്തിലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ആളാവാൻ ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം, രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് താരത്തെ ഇവർ ആക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ആ ഒരു വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ അവർ ആക്ഷേപസൂചകമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇവരുടെ ഈ പ്രസ്താവന കൊണ്ട് വേറൊരു വലിയ ഗുണമുണ്ടായി. കോൺഗ്രസ്സിനൊരു നേട്ടമുണ്ടായി. അതായത് പപ്പുമോനെ ആണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നത് എന്നുള്ളൊരു ചിന്താഗതി ധാരണ ആൾക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ പപ്പുമോൻ മാത്രമല്ല, കോൺഗ്രസ്സിൽ പപ്പുമോന് കൂട്ടായി മറ്റൊരാൾ കൂടി ഉണ്ടായി എന്നുള്ളത് കോൺഗ്രസ്സിന് ആശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ ഇവിടെ എഴുന്നള്ളിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സിന്ധു സൂര്യകുമാർ അവർ പറഞ്ഞു, കേരളം സാക്ഷരതയുടെ നാടാണ്, 100% സാക്ഷരതയും. ഈ ഷമാ മുഹമ്മദും ഈ 100%ത്തിൽപ്പെട്ട ആളാണല്ലോ. അപ്പോൾ അവരുടെ സാക്ഷരത എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ നിന്നും കൂടി വ്യക്തമാകാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ നമ്മുടെ ഷമാ മുഹമ്മദ്, സിന്ധു സൂര്യകുമാർ തുടങ്ങിയിട്ടുള്ള വിശേഷിച്ചും വനിതകൾ വളരെ ശ്രദ്ധിച്ച് വേണം പ്രസ്താവനകൾ നടത്തേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്.